നമസ്കാരം. ബംഗാൾ എന്ന സംസ്ഥാനം കടക്കണിയിലായിരിക്കുമ്പോൾ മമത കാണിക്കുന്ന നാടകങ്ങൾ ദൗർഭാഗ്യകരമാണെന്നാണ് ബി.ജെ.പി പറയുന്നത്. ഒരു സംസ്ഥാനം ഇങ്ങനെ പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ദയനീയകരമാണ്. ബി.ജെ.പി ആണ് അവർക്ക് ഇപ്പോഴും ആയുധം, മറ്റൊന്നുമല്ല. നാട്ടിലെ പ്രശ്നങ്ങളല്ല, പ്രതിസന്ധികളല്ല. ജൂലൈ 27 നടന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയതിനെ നിശിതമായും വിമർശിച്ചുകൊണ്ട് ഡാർജിലിംഗ് ബി.ജെ.പി എം.പി രാജു ബിസ്ത രംഗത്ത് വന്നിരിക്കുന്നു. ബാനർജി ചെയ്തത് വളരെ നിർഭാഗ്യകരമാണെന്നാണ് പറഞ്ഞത്. ഇത് മമതയുടെ നാടകമാണെന്നാണ് ഇപ്പോൾ ബി.ജെ.പി ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത്. നീതി ആയോഗ് യോഗത്തിനിടെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി നടത്തിയ നാടകം വളരെ നിർഭാഗ്യകരമാണ്. അവരുടെ പെരുമാറ്റം കാരണം ബംഗാൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് അവരെ കൊണ്ട്. സംസ്ഥാനത്തിന്റെ വികസനത്തിനായുള്ള യോഗത്തിൽ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു എന്നാണ് ബി.ജെ.പി നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിക്കെതിരെ മാത്രം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലായിരുന്നു. കേന്ദ്രത്തിനും നീതി ആയോഗിനുമെതിരായ പ്രതിഷേധമാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്നും ഒരു മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ പെരുമാറരുതെന്നും ബി.ജെ.പി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനും നീതി ആയോഗിനുമെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ബംഗാൾ കടക്കണിയിലായിട്ടും ഇപ്പോഴും അവർക്ക് യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു മുഖ്യമന്ത്രിയും നീതി ആയോഗുമായി ഇത്തരം ഒരു പെരുമാറ്റം ചെയ്യരുത് എന്നും ഇപ്പോൾ ബി.ജെ.പി പറയുകയാണ്. ജൂലൈ 27 ശനിയാഴ്ചയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പാതി വഴിയിലിട്ട് ഇറങ്ങിപ്പോയത്. കേന്ദ്രം ബംഗാളിനെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മമതാ ബാനർജി പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് പിന്നീട് തെളിഞ്ഞത്. എന്നിരുന്നാലും നീതി ആയോഗ് മീറ്റിംഗിൽ തന്റെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനെ കുറിച്ചുള്ള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ച് നടത്തിയ അവകാശവാദങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വസ്തുതാ പരിശോധനാ സംഘം ശനിയാഴ്ചയാണ് പിന്നീട് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. അതായത് മൈക്ക് ഓഫ് ചെയ്തില്ല എന്ന ഒരു വീഡിയോയോടുകൂടി വ്യക്തമാവുകയായിരുന്നു. നീതി ആയോഗിന്റെ 9ാം ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത്. ക്ലോക്ക് അവരുടെ സംസാര സമയം അവസാനിച്ചു എന്ന് മാത്രം കാണിച്ചു. അത് അടയാളപ്പെടുത്താൻ മണി പോലും അടിച്ചില്ല. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എക്സിലെ ഒരു പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം തന്റെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മന്ത്രിമാരും അവർക്ക് സംസാരിക്കാൻ തക്ക സമയം അനുവദിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി അവകാശപ്പെടുന്നത് പൂർണ്ണമായും തെറ്റാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ശനിയാഴ്ച പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എല്ലാ മുഖ്യമന്ത്രിക്കും സംസാരിക്കാൻ തക്ക സമയം നൽകിയിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്റെ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തതായി അവകാശപ്പെടുന്നത് വളരെയധികം ദയനീയമായ കാര്യമാണ്. അത് ശരിയല്ല. വീണ്ടും ഒരു ആഖ്യാനം നിർമ്മിക്കുന്നതിന് പകരം അവർ അതിന് പിന്നിലെ സത്യം പറയണം. വ്യാജത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബജറ്റ് വിവേചനപരമാണെന്ന് ആരോപിച്ച നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചിരുന്നു. അതിൽ മമതയും ഉണ്ടായിരുന്നു. പക്ഷേ മമത യോഗത്തിൽ പങ്കെടുത്തു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എന്നിവരുൾപ്പെടെയുള്ളവരാണ് യോഗം ബഹിഷ്കരിച്ച നീതി ആയോഗ് യോഗത്തിൽ എത്താതിരുന്നത്. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന വിവേചനം ചൂണ്ടിക്കാട്ടുമെന്നായിരുന്നു മമതയുടെ നിലപാട്. നീതി ആയോഗ് കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീതി ആയോഗിൽ പങ്കെടുത്തത് എന്ന് ശിവസേനയടക്കമുള്ളവർ ചോദിച്ചിരുന്നു. പങ്കെടുക്കരുത് എന്നത് കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് സഞ്ജയ് റാവത്തും പ്രതികരിച്ചു. തന്നോടാരും ഇക്കാര്യം പറഞ്ഞില്ലെന്നായിരുന്നു മമതയുടെ അപ്പോഴത്തെ നിലപാട്. 3ാം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള നീതി ആയോഗിന്റെ ആദ്യ ഗവേണിംഗ് കൗൺസിൽ യോഗമായിരുന്നു അന്ന് ചേർന്നത്. ബഡ്ജറ്റിൽ ഒന്നും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുന്ന സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കുക കൂടിയായിരുന്നു ഉദ്ദേശം. പക്ഷേ മമത അതും കുളമാക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മമതയെ പോലൊരു മുഖ്യമന്ത്രി അത്തരത്തിൽ നീതി ആയോഗ് പോലെ ഉള്ളൊരു യോഗത്തിൽ സംസാരിക്കണമായിരുന്നു. സംസ്ഥാനത്തിന്റെ കടക്കണിയെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടിയുള്ളത് അത് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ അനിവാര്യമായ ഘടകമാണ്. ഇതാണ് ജനങ്ങളുടെ അവകാശമാണ് മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി നിഷേധിച്ചത്. ഇതിനെതിരെ ഇപ്പോൾ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പി ഒന്നടങ്കം മമതയുടെ ഈ നിലപാടിനെ, ഈ നാടകീയ നിലപാടിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്.